ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പശ്ചിമേഷ്യൻ അധിനിവേശത്തിന് ശേഷം ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ആദ്യത്തെ സമാധാന സമ്മേളനം ഈ ഒലിവ് സമ്മേളനം തന്നെയാണ്. ഇതിന് തുടർച്ചകളുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. നമുക്ക് നിസ്സഹായരായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് സാമ്രാജ്യത്വത്തെ തോൽപ്പിക്കാനുള്ള മാർഗങ്ങളൊന്നും നമ്മളെ കയ്യിലില്ല. നമ്മളൊക്കെ കയ്യിലുള്ളത് ഇങ്ങനെയുള്ള സമാധാനത്തിന് വേണ്ടി ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സമാധാനത്തിനും നീതിക്കും വേണ്ടിയിട്ടുള്ള മനോഭാവങ്ങൾ ഉണ്ടാക്കുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാവുന്നത്. പക്ഷേ ഈ മനോഭാവങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ചില നിലപാടുകൾ തിരുത്തിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധ്യമാകും എന്നുള്ളത്. അത് നമുക്ക് ഈ മണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. തിരുത്തേണ്ടതുണ്ട് എന്ന് നമുക്ക് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. നമ്മളെല്ലാവരും ഭീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ഈ പശ്ചിമേഷ്യൻ സംഘർഷമുണ്ടായതിനു ശേഷം വീടുകളൊക്കെ അശാന്തമാണ്. നാളെ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള ഭീതി നമുക്കൊക്കെ ഉണ്ട്. നമ്മൾ അടുക്കള വരെ എത്തി. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ എന്താ പറയുക, കുക്കിംഗ് ഗ്യാസിന് പകരം ചകിരി ഉപയോഗിച്ചുകൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന പ്രശ്നമല്ല യഥാർത്ഥത്തിൽ നമ്മൾ നേരിടുന്നത്. നമ്മൾ അങ്ങനെയൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നുമല്ല. കാരണം പശ്ചിമേഷ്യയിൽ ഈ സംഘർഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആഹാരം കഴിക്കും എന്നുള്ളതാണ്. അത് മേടിക്കാനുള്ള പണം വേണമല്ലോ. മാത്രമല്ല എല്ലാവരും ഭീതിയിലാണ്. എൻ്റെയൊക്കെ നാട്ടിൽ ഇപ്പോഴും തന്നെ ഈ പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾ അതിഥി തൊഴിലാളികളെ ബാധിച്ചു. അവർ വൻതോതിൽ മടങ്ങിപ്പോവാം. അവർക്ക് ജോലിയില്ലാതെ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നും വലിയ സ്വപ്നങ്ങൾ കണ്ടുവന്നവർക്കൊക്കെ തന്നെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരെയും ബാധിക്കും. പഴയ കാലമൊക്കെ ഒന്നുമല്ലത്. 1-2 ലോകമഹായുധങ്ങളുടെ നിഴലിലൂടെ കടന്നുപോയ ലോകക്രമമല്ല ഇന്നുള്ളത്. എല്ലാവരെയും ബാധിക്കുക. നമ്മൾ മനസ്സിലാക്കിയില്ല അല്ലേ? ഹോർമൂസ് കടലിടുക്ക്, ആ കനാലിന് ഇത്ര വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ പോലും തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. നമ്മൾ ആലോചിച്ചിരുന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സമുദ്രത്തിലെ ഒരു കനാലിൽ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ലോകമെമ്പാടും അത് ബാധിക്കുക. ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുകയാണ്. എല്ലാവരെയും പ്രതിസന്ധിയിലേക്ക് വലിച്ചെറിയാണ്. ഇങ്ങനെയുള്ള ഒരു സവിശേഷ സാഹചര്യത്തിലാണ് ഒരു സമാധാന സമ്മേളനം ഇവിടെ വിളിച്ച് ചേർക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായിട്ടുള്ള സമീപനങ്ങൾ അവതരിപ്പിക്കുന്ന, ഈ യുദ്ധത്തിൻ്റെ നിഴൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങൾ അവതരിപ്പിക്കുന്ന പ്രഭാഷകരൊക്കെയുണ്ട്. എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ഈ ഇന്ത്യൻ ബഹുസ്വരതയ്ക്ക് വലിയ തോതിൽ പരിക്കേൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ബഹുസ്വരതയുടെ സൗന്ദര്യം എങ്ങനെയാണ് ഒരു രാജ്യത്തെ സർഗാത്മകമായി നിലനിർത്തിയത് എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ലോകത്ത് എനിക്ക് തോന്നിയൊരു വലിയൊരു പ്രശ്നമുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കുന്നതാണ്, എന്തുകൊണ്ടാണ് ഒരു ജനത കെട്ടുപോകുന്നതെന്നുള്ള അല്ലേ? നമ്മുടെ ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളമൊക്കെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യന്ത്രങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് ഭീതി പുലർത്തുന്നുണ്ട്. കാരണം ഇത് ഹാക്ക് ചെയ്യുമോ, ഇതിൽ മാനിപ്പുലേഷൻ ഉണ്ടാവുമോ, EVM-ൻ്റെ മാനിപ്പുലേഷനെ കുറിച്ചൊക്കെ നമ്മൾ ഭീതിതരാണ്. പക്ഷെ അമേരിക്കയിൽ ഇത്രയേറെ വികസിത രാജ്യമായിട്ടും അവിടെ അത്തരത്തിലുള്ള ഭീതിയില്ല. വളരെ സുതാര്യമായ രീതിയിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇലക്ഷൻ അവിടെ നടക്കുന്നു. എന്നിട്ടും ട്രംപിനെ പോലെ
ഉള്ള ഒരു സൈക്കോപാത്തിനെ ജനത തിരഞ്ഞെടുക്കാൻ കാരണമെന്താണ് എന്ന് ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നതാണ്. ഒരു ജനാധിപത്യ രീതിയിൽ ഒരു ഭ്രാന്തൻ ഭരണാധികാരി എങ്ങനെയാണ് അധികാരത്തിൽ വരുന്നത് എന്നുള്ള. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്കിപ്പോൾ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയോ? ട്രംപിനെ കുറിച്ചല്ല, അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ആ ജനതയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പേടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ അതല്ലല്ലേ. ഭരണാധികാരികൾ എന്തിനാണെന്ന് ആർക്കും അറിയില്ല. ഈ അധിനിവേശം എന്തിനാണെന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ. വളരെ പൊടുന്നനെ സംഭവിക്കാം. വെനിസ്വേലയിൽ പോയിട്ട് പൊടുന്നനെ തന്നെ അതിൻ്റെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. വെനിസ്വേലയിലെ എണ്ണപ്പാടങ്ങൾ മുഴുവൻ കൈക്കലാക്കുന്നു. ഇസ്രായേലും ചെയ്തുകൊണ്ടിരുന്നു തന്നെയാണ്. നമ്മൾ വിചാരിച്ചപ്പോൾ വലിയ സമാധാനത്തിൽ പലസ്തീൻ എത്തിയിട്ടുണ്ടെന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ പലസ്തീനെ മറന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും പലസ്തീനെ മറന്നു കഴിഞ്ഞു. പക്ഷേ പലസ്തീനിൽ വംശഹത്യക്ക് ഒരു കുറവുമില്ല കേട്ടോ. അടുത്ത കാലത്ത് തന്നെ വലിയ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ തന്നെ പലസ്തീനിൽ നടക്കുന്ന ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടത് പലസ്തീനിലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം. അത് പറയുമ്പോൾ തീർച്ചയായിട്ടും മലപ്പുറം ജില്ല, പ്രത്യേകിച്ചും ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ നിന്നുള്ള മനുഷ്യർക്ക് തന്നെയാണ് ഈ വേദന ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുക. കാരണം ഒരു നൂറ്റാണ്ടുകൾ മുമ്പ് പല പലസ്തീനുകളുമായി നമ്മുടെ ഗ്രാമങ്ങൾ മാറിയിരുന്നൊരു ചരിത്രം നമ്മൾ വിസ്മരിച്ചുകൂടാ. നൂറുകണക്കിന് ആളുകൾ അധികാരത്തൊടി എന്ന് പറയുന്ന മലപ്പുറത്തെ അധികാരത്തൊടി എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം ആ കാലഘട്ടത്തിലെ സാമ്രാജ്യത്വത്തിൻ്റെ, അതും സാമ്രാജ്യത്വം തന്നെയല്ലേ, അധിനിവേശത്തിൻ്റെ ഭാഗമായി പട്ടാളക്കാർ 248 പേരെയാണ്, സ്ത്രീകളും കുട്ടികളും അടക്കം 248 പേരെയാണ് അധികാരത്തൊടിയിൽ വെടിവെച്ച് കൊന്നത്. ഇങ്ങനെ ഓരോ സ്ഥലത്ത്, മാമ്പുഴ, ഇങ്ങനെ പൂക്കോട്ടൂർ, ഇങ്ങനെ ഓരോ സ്ഥലത്തും നൂറുകണക്കിന് ആളുകളെയാണ് വെടിവെച്ച് കൊന്നത്. അതുകൊണ്ട് അതിൻ്റെ വേദനകൾ ഒരു നൂറ്റാണ്ടിന് ശേഷവും വിങ്ങി നിൽക്കുന്ന നമുക്ക് തന്നെയാണ് ഈ പലസ്തീനിലെ കുഞ്ഞുങ്ങളെ, പലസ്തീനിലെ അമ്മമാരുടെ, അതല്ലെങ്കിൽ ബോംബാർട്ട്മെൻറ്റിന് പോലും മരിച്ചുപോയ ഇറാനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ, അമ്മമാർക്ക് വേണ്ടിയൊക്കെ കരയാനുള്ള കണ്ണീര് ബാക്കി നിൽക്കുന്നതാണ് മലപ്പുറത്തിൻ്റെയും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സമ്മേളനം ഇവിടെ കോട്ടയ്ക്കൽ തന്നെ ഇത്തരത്തിലുള്ള സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ അതിന് അസാധാരണമായ ഒരു പ്രതീക ഭംഗി കൂടിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഈ കാര്യങ്ങളിലേക്ക് വരാമെന്ന് ഞാൻ വിചാരിച്ചു. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അധിനിവേശത്തെക്കുറിച്ചുള്ള വിഷയങ്ങൾ ലോക സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് വലിയ തോതിലുള്ള സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള വിലയിരുത്തലുകൾ ഇവിടെ നടക്കും. അതിനിടയ്ക്ക് നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ചു കാണും. ഇറാനെ ലക്ഷ്യം വയ്ക്കുമ്പോൾ ട്രംപ് തന്നെ പറയുന്നത് ഒരു സംസ്കാരത്തെ തന്നെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ആണ് ഒരു സംസ്കാരത്തെ, ഒരു ജീവിത പദ്ധതിയെ, ഒരു ആത്മീയ വ്യാപാരത്തെ, മതത്തിൻ്റെ ഒക്കെ എല്ലാ തരത്തിലും ഞങ്ങൾ തുടച്ചു നീക്കും എന്ന് പ്രഖ്യാപിക്കുന്ന ആ അഹങ്കാരത്തെ ചോദ്യം ചെയ്യാൻ ഇപ്പോഴും ലോകത്ത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കിരാത പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാതിരിക്കുന്നു എന്നുള്ളതും ഈ വിങ്ങി നിൽക്കുന്ന ഈ നിശബ്ദത നമ്മെ വല്ലാതെ പേടിപ്പെടുത്തുന്നു എന്ന് കൂടി നമ്മൾ കാണണം. ഇവിടെയാണ് നമ്മൾ ഇന്ത്യയുടെ നിലപാടുകൾ, ഇന്ത്യയിലെ മാറ്റങ്ങൾ വന്നു. വളരെ പെട്ടെന്നാണ് വെറുപ്പും വിദ്വേഷവും ഒക്കെ വലിയൊരു തോതിൽ എനിക്ക് തോന്നുന്നു ഈ ഫാസിസത്തിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് അത് സവിശേഷമായിട്ടുള്ള ഇപ്പോൾ ഹെർണ പെട്രി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ, നമ്മൾ ഈ ഫാസിസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതുണ്ടാക്കുന്ന സവിശേഷ മനോഭാവം നമ്മൾ പഠിക്കണം. അതെങ്ങനെയാണ് മനുഷ്യരെ അടിമുടി ക്രൂരന്മാരാക്കി മാറ്റുന്നത് എന്ന്. അതാണ് ഹെർണ പെട്രിയുടെ. അവരും ഭർത്താവും ഒക്കെ തന്നെ ഈ
ഫാസിസത്തിൻ്റെ വക്താക്കൾ. ഹിറ്റ്ലറുടെ ജനോസൈഡ് നടക്കുന്ന കാലഘട്ടത്തിൽ, ജൂത കൂട്ടക്കുരുതി നടക്കുന്ന കാലഘട്ടത്തിൽ അതിലൂടെയാണ് അവരുടെ ജീവിതം കടന്നു പോകുന്നത്. ഒരു ദിവസം ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ട്രെയിനിൽ നിന്ന് പുറത്ത് ചാടിയ 6 ജൂതക്കുട്ടികളെ കാണുകയാണ്. അവർ മിക്കവാറും നഗ്നരാണ്, വസ്ത്രങ്ങളൊന്നുമില്ല അവർക്ക്. അവരാ ട്രെയിനിൽ നിന്ന് പുറത്ത് ചാടിയവരാണ്. അപ്പോൾ അവരെ കണ്ടപ്പോൾ എന്നാൽ അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവർക്ക് വസ്ത്രം കൊടുത്തു, ആഹാരം കൊടുത്തു. അത് കേട്ടാൽ നമ്മൾ വിചാരിക്കും വലിയ നന്മയുള്ള വലിയ പ്രവർത്തനമാണല്ലോ നടക്കുന്നത്. വസ്ത്രം കൊടുത്തു, ആഹാരം കൊടുത്തു. അതിന് ശേഷം ചെയ്ത് ഈ കുട്ടികളെ തന്നെ എല്ലാവരെയും ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയി അവരെയെല്ലാം വെടിവെച്ച് കൊന്ന് കുടിച്ചു മൂടുകയാണ് ചെയ്തതെന്ന്. പിന്നീട് യുദ്ധക്കുറ്റവാളിയായി മാറിയ ഘട്ടത്തിൽ അവരെ വിചാരണ ചെയ്തപ്പോൾ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് കോടതി. നിങ്ങൾക്ക് ആ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇപ്പോഴെങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എനിക്കിപ്പോൾ കുറ്റബോധമുണ്ട്, വലിയ കുറ്റബോധമുണ്ട്. പക്ഷേ എന്നെ അതിലേക്ക് നയിച്ചത്, എന്നെ ആ ക്രൂര കൃത്യത്തിലേക്ക് എന്നെ പ്രേരിപ്പിച്ചത് ഫാസിസം എന്ന് പറയുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഐഡിയോളജി എന്നിലുള്ള മാതാവിനെ മാച്ചു കളഞ്ഞു, എന്നിലുള്ള മനുഷ്യ സ്ത്രീയെ മാച്ചു കളഞ്ഞു. ഒരുപക്ഷെ മൃഗത്തേക്കാൾ അധമത്വം നിറഞ്ഞ ഒരവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോയി എന്നുള്ള ആലോചിക്കാം. എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് ഇത്ര വലിയ ക്രൂരതയിലേക്ക് കൊണ്ടുപോകുന്നത്? അതെനിക്കും കുറേശ്ശെ ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടിപ്പോൾ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനും ഇപ്പോൾ കുറച്ചൊക്കെ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന വംശീയ വിദ്വേഷത്തിൻ്റെ ഇരകളിലൊരാളായി ഞാനും മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഞാൻ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ദളിതുകൾക്കൊപ്പം നിൽക്കുന്നു എന്നതാണ് ഈ വംശീയവാദികൾ എന്നെ അവരുടെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കാൻ കാരണം ഇത് തന്നെ. ഒരൊറ്റ അനുഭവം പറഞ്ഞില്ല. എനിക്ക് ഹെബ എന്ന് പറയുന്ന ഒരു പലസ്തീനിൽ നിന്നുള്ളൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവരൊരു ഗംഭീര ചിത്രകാരിയാണ്, മികച്ച ചിത്രകാരി. അപ്പോൾ ഫേസ്ബുക്കിൽ അവർ സജീവമാണ്. ഞാൻ അവർക്ക് മെസ്സഞ്ചർ വഴിയാണ് ഈ മെസ്സേജൊക്കെ വയ്ക്കുക. അവർ ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ട് എപ്പോഴെങ്കിലും അവരുടെ ചിത്രങ്ങളെക്കുറിച്ചൊരു നല്ല ലേഖനം എഴുതണം എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് പിന്നീട് അവരുടെ മെസ്സേജൊന്നും വരാതെ, തീരെ വരാതെ. എന്ത് പറ്റിയ ഞാൻ നോക്കിയപ്പോൾ പിന്നീട് ഞാൻ മെസ്സഞ്ചർ വഴിയുള്ള ഒരു മെസ്സേജിനും എനിക്ക് മറുപടി കിട്ടാതെ കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഹെബയുടെ ചില ചിത്രങ്ങൾ, പ്രത്യേകിച്ചും പടിഞ്ഞാറ് നിന്നൊക്കെയുള്ള ഈ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട്, ഞാനൊരു ചിത്രകലാ വിമർശകനായതുകൊണ്ട് ഈ ചിത്രകലയെക്കുറിച്ചുള്ള ധാരാളം ഗ്രൂപ്പുകളിലൊക്കെ ഞാനും ഉണ്ട്. അങ്ങനെ ഹെബയുടെ ചില ചിത്രങ്ങൾ വീണ്ടും കാണാൻ ഇട വന്നപ്പോൾ ഞാൻ വീണ്ടും ഒരു മെസ്സേജ് അയച്ചു. പെട്ടെന്ന് എനിക്കൊരു മറുപടി കിട്ടി. ആ മറുപടി എന്തായിരുന്നു വെച്ചാൽ, ആ മറുപടി ഹെബയുടേതായിരുന്നില്ല, അത് അവരുടെ ഭർത്താവിൻ്റേതായിരുന്നു. ആ ഭർത്താവ് എന്നോട് എനിക്ക് അയച്ച മെസ്സേജ് എന്താ വെച്ചാൽ, ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, പക്ഷേ ഹെബ ഇപ്പോൾ ഇല്ല സാർ. പലസ്തീനിൽ നടന്ന ഇസ്രായേൽ അധിനിവേശത്തിൽ ഹെബയും 2 കുഞ്ഞുങ്ങളും മരിച്ചുപോയി സാർ. എന്നാലും ഞങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. എനിക്കറിയാമായിരുന്നു താങ്കൾ ഹെബയെക്കുറിച്ച് എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ ഇപ്പോഴും ഞങ്ങളൊരു ആ ഫൗണ്ടേഷൻ, ഹെബയുടെ പേരിലൊരു ഫൗണ്ടേഷനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഭാവിയിൽ അങ്ങനെ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ സഹകരണമുണ്ടാകും എന്ന രീതിയിൽ അദ്ദേഹം എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ സത്യത്തിൽ ആകെ വിയർത്തുപോയി. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അവർ മരിച്ചുപോയി എന്ന്. ഈ വേദന മുഴുവൻ ഹെബ കുട്ടികൾക്ക് വേണ്ടി വരയ്ക്കുന്ന ഒരു ചിത്രം വരയ്ക്കുന്ന അവരുടെ ഫോട്ടോഗ്രാഫോടുകൂടി ഒന്നുമില്ല, അവർക്ക് ഈ ഒരു ചെറിയ അനുഭവം മാത്രം വെച്ച്
ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ചെറിയ ഒരു കുറിപ്പിട്ടപ്പോൾ എൻ്റെ വാളിൽ വന്ന് എന്താ പറയുക, അറപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള തെറിവിളികൾ കേട്ടപ്പോഴാണ് ഇന്ത്യയിൽ വംശീയ ഫാസിസം ഉണ്ടാക്കുന്ന മനോരോഗികളുടെ എണ്ണം കണ്ട് ഞാൻ പേടിച്ചു പോയത് എന്നുള്ള അതാണ്. ഇത് നമ്മൾ വിചാരിച്ച പോലെ എണ്ണ പറഞ്ഞതുപോലെയാണ്, എണ്ണ പെട്ടി പറഞ്ഞതുപോലെ തന്നെയാണ്. ഫാസിസം എൻ്റെ നന്മകളെ മാച്ചു കളഞ്ഞു, എൻ്റെ സ്നേഹത്തെ മാച്ചു കളഞ്ഞു, എന്നിലുള്ള അമ്മയെ മാച്ചു കളഞ്ഞു, മനുഷ്യസ്ത്രീയെ മാച്ചു കളഞ്ഞു, എന്നെ വെറുപ്പിൻ്റെ ഒരു കുടീരം മാത്രമാക്കി മാറ്റിക്കളഞ്ഞു എന്ന് അവർ പറഞ്ഞതിന് സമാനമായ ഒരനുഭവമാണ് ഈ ചിത്രകാരി മരിക്കുമ്പോൾ ആ ചിത്രകാരി മരിച്ചതിൽ അല്ലേ ഒരു തുള്ളി കണ്ണീര് പൊടിക്കാനുള്ള മനോഭാവത്തിന് അപ്പുറത്തേക്കും ഇത്രയേറെ വെറുപ്പിൻ്റെ ഭാഷണം നടത്തുന്ന ആളുകൾ ഇന്ത്യയിലും ഉണ്ടാകുന്നു എന്നത് എന്നെ ഭയപ്പെടുത്തുകയാണ്. അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ നമ്മൾ കണ്ടു. തമിഴ്നാട്ടിൽ ആ ചുരം കയറുന്ന സമയത്ത് ഇവിടെ അടുത്തുള്ള കുറേ അധ്യാപികമാരൊക്കെ അല്ലേ മരിച്ചു പോയത് അല്ലേ, പുത്തൂരിലൊക്കെ അല്ലേ, പുത്തൂരിൻ്റെ അടുത്ത് തന്നെയല്ലേ മരിച്ചു പോയല്ലോ. അപ്പോൾ ആ മരിച്ചു പോയപ്പോൾ നമ്മുടെ ഒരാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അതിൽ മരിച്ചു പോയവരിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ടീച്ചർമാരുടെ മാത്രം എണ്ണമെടുത്തുകൊണ്ട് അവർക്കെതിരെ ആ മനുഷ്യൻ നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ള, നമ്മൾ ഞെട്ടിപ്പോകുന്നു. ഇങ്ങനെ ഭരണകൂടം പോലും ഇവിടെയുണ്ടോ ഇങ്ങനെയൊക്കെ ഇത്രയേറെ ഹീനമായ വെറുപ്പിൻ്റെ പ്രചരണം നടത്തിയിട്ട് ഒരു നടപടി കൈക്കൊള്ളാൻ പോലും നമ്മുടെ ഭരണകൂടങ്ങൾക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ എവിടേക്കാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നിങ്ങളൊക്കെ കണ്ടു കാണുന്നത്. ഇതാണ് അവസ്ഥ. ഇപ്പം ഇന്ത്യക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധി നമുക്കൊരു വ്യത്യസ്തമാണ് നമ്മുടേത്. ഇന്ത്യ എന്ന് പറയുന്നത് മതത്തിൻ്റെയും അതേസമയം മതരഹിതരുടെയും ഒക്കെ ഒരു സവിശേഷമായിട്ടൊരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമരം പോലും. നെഹ്റു അങ്ങനെ ഒരു മതവിശ്വാസിയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മഹാത്മാഗാന്ധി ഹൈന്ദവ ആശയങ്ങളിൽ അടിയുറച്ചു വിശ്വസിച്ച ഒരാളായിരുന്നു. മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇസ്ലാമിക ദൈവശാസ്ത്ര പദ്ധതികളിൽ ആഴമേറിയ പാണ്ഡിത്യമുണ്ടായിരുന്ന ആളായിരുന്നു. പക്ഷേ ഒരു യുക്തിവാദിക്കും മതവിശ്വാസികൾക്കുമൊക്കെ ചേർന്ന് നിൽക്കാവുന്ന ജനാധിപത്യത്തിൻ്റെ ഇടങ്ങളായിരുന്നു നമ്മുടെ സ്വപ്നം കണ്ടത് എന്നുകൂടി കാലഘട്ടം. പക്ഷേ ഇനി വരാൻ പോകുന്ന അവിടെയല്ല. അവിടേക്കാണ് നമ്മൾ പറയുന്ന ഈ സംഘപരിവാറിൻ്റെ ഒരു വരവ്. 2025 വട്ടത്തിന് പ്രത്യേകതയുണ്ട്. 25 ഒരു വലിയ പ്രത്യേകതയുണ്ട്. അത് ഈ പറയുന്ന RSSൻ്റെ രൂപീകരണത്തിൻ്റെ ഒരു നൂറ്റാണ്ട് തികയാണ് എന്നുള്ള. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, പുതിയ ഈ ബില്ലിനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ചും സ്ത്രീകൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളൊക്കെ തന്നെ വളരെ ആക്റ്റീവായിട്ട് പ്രതികരിച്ചു കൊണ്ടിരിക്കണം. ഇത് വനിതാ സംവരണ ബില്ലല്ല കേട്ടോ, അതൊക്കെ വെറുതെ നുണ പറയുന്നതാണ്. വനിതാ സംവരണ ബില്ല് 2023 പാസ്സാക്കിയതാണ്. ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം കൂടി ഞങ്ങളോട് പറയട്ടെ. ഇന്ത്യയിലെ മൊത്തം പാർലമെൻറ്റ് അംഗങ്ങളിൽ നേർപകുതി സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നേർപകുതി, അത്രയേറെ സ്ത്രീകൾക്ക് വലിയ ഇടങ്ങൾ കൊടുക്കണം. എന്തിനാ 33% കുറയ്ക്കുന്നത്? പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതാദ്യം BJP തീരുമാനിക്കട്ടെ അല്ലേ. അവർ സ്വന്തം പാർട്ടിയിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ഈ 33% അവർ ആദ്യം ഉറപ്പുവരുത്തട്ടെ. അങ്ങനെയല്ല അവർ ചെയ്യേണ്ടത്. അപ്പോൾ 2023 പ്രസിഡന്റ് ഒപ്പുവെച്ച ബില്ല് എവിടെ പോയി? സംവരണത്തെ സംബന്ധിച്ചിടത്തോളം അതല്ല. മണ്ഡല പുനർനിർണയം എന്ന് പറയുന്ന ഒരു വലിയ ഗൂഢ പദ്ധതി ഇതിൻ്റെ പുറകിലുണ്ട്. ആ എണ്ണം കൂട്ടിയിട്ട് പിടിച്ചെടുക്കാനാണ്. ഇപ്പോൾ തന്നെ അവർ ചില തോൽവി അവർ നേരിടുകയാണ്. ആ സമയത്താണ് സ്ത്രീകളെ മറയാക്കിക്കൊണ്ട് ഇങ്ങനെ വലിയ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം എനിക്ക് വലിയ
അദ്ദേഹം പറഞ്ഞതിനൊരു കൊടുത്ത നല്ല മറുപടിയുണ്ട്. ഒരു യുവ രാഷ്ട്രീയ നേതാവിൻ്റെ മറുപടി. അദ്ദേഹം പറഞ്ഞത്, ബ്രിട്ടീഷുകാരിൽ നിന്നാണ് കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയം പഠിച്ചത് എന്ന് പറയുമ്പോൾ ഒരു കോൺഗ്രസ്സിലെ യുവ നേതാവ് കൊടുത്ത ഗംഭീര മറുപടി എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ രാഷ്ട്രീയം പഠിച്ചത് ഹിറ്റ്ലറിൽ നിന്നല്ലേ എന്ന് തിരിച്ച് അദ്ദേഹം കൊടുത്തൊരു ചോദ്യം. ഇതങ്ങനെ ചെറിയൊരു ചോദ്യമല്ല കേട്ടോ, യാഥാർത്ഥ്യം മനസ്സിലാക്കണം. കാരണം ഹിറ്റ്ലറിൽ നിന്ന് തന്നെയാണ് RSS പാഠം ഉൾക്കൊള്ളുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം കൃത്യമായിട്ട്. ഹിറ്റ്ലറിൻ്റെ പാഠശാലയിൽ നിന്നാണ് ഇങ്ങനെ ഒരു വംശീയ പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് RSS ലോകത്തിലെ തന്നെ എണ്ണം പറഞ്ഞ ഫാസിസ്റ്റ് ഓർഗനൈസേഷനുകൾ ഒന്നാണ് എന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. എനിക്ക് ഒന്നിനെയും പേടിയില്ല. പിന്നെ ED-നെയാണല്ലോ ഇപ്പോൾ എല്ലാവരും പേടിക്കുന്നത്. എനിക്ക് ED-നെ തീരെയും പേടിയില്ല. കാരണം എൻ്റെ കടബാധ്യത വന്നിട്ട് ചായ പൈസ അങ്ങോട്ട് തരേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് ED വന്നാൽ വേഗത്തിൽ തന്നെ മടങ്ങിപ്പോയിക്കോളും എന്നൊരു സമാധാനം കൂടി എനിക്കുണ്ട്. നമ്മൾ ഒട്ടും ഭയപ്പെടാതെ നമ്മൾ സംസാരിക്കണ്ടേ? അതല്ലേ കാര്യം. അതെങ്ങനെയാണ് പിടിമുറുക്കുന്നത് എന്ന്, വളരെ പതിയെ പിടിമുറുക്കുന്നതെന്ന്. ഇപ്പം മഹാത്മാഗാന്ധിയോട് പലസ്തീൻ വിഷയത്തിൽ മഹാത്മാഗാന്ധിയോട് ഈ ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടി കുറേ ഇസ്രായേൽ ബുദ്ധിജീവികൾ അദ്ദേഹത്തെ ഒന്ന് കാണുന്ന സാഹചര്യമുണ്ട്. അങ്ങ് ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിൽക്കണം. ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ പെട്ടെന്ന് തുടങ്ങിയതല്ല പലസ്തീൻ പ്രശ്നം. അത് നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് ഏറെ വർഷങ്ങളായി. ഇപ്പോഴല്ല. പക്ഷേ ഗാന്ധിജി പലസ്തീൻ്റെ പക്ഷത്ത് തന്നെയാണ് ഉറച്ചു നിന്നത് എന്നതായിരുന്നു നമ്മൾ പഠിക്കേണ്ടത് വളരെ. പിന്നീട് വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സാഹചര്യത്തിലും ഇസ്രായേലിൻ്റെ കൂടെ നിന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. വാജ്പേയിയെ പോലും നിയന്ത്രിക്കാൻ സംഘപരിവാറിന് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞില്ല. കാരണം അപ്പോഴും ഇന്ത്യയിലുണ്ടായിരുന്ന നിതാന്തമായിട്ടുള്ള ചില വെളിച്ചങ്ങൾ ആ കാലഘട്ടത്തിൽ ബാക്കിയായതുകൊണ്ടാണ് വാജ്പേയിയും ഈ പലസ്തീനൊപ്പം നിൽക്കാൻ ഇടയായത്. അപ്പോൾ അവിടെ നിന്നൊക്കെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഇപ്പോൾ പച്ചയ്ക്ക് ഇസ്രായേൽ പക്ഷത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. പശ്ചിമേഷ്യയുടെ സങ്കീർണതയുടെ പഠിക്കുമ്പോൾ പ്രാസംഗികന്മാരെ അത് അവതരിപ്പിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ നേരിട്ട ഒരു വലിയൊരു പ്രതിസന്ധിയും, ഗൾഫ് രാജ്യങ്ങൾ നേരിട്ട ഒരു വലിയൊരു പ്രതിസന്ധിയും ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചില ഗൂഢ പദ്ധതികളുടെ നിഴലുകൾ അവരുടെ രാജ്യങ്ങൾ വീണ് കിടക്കുന്നു എന്നുള്ള അതുകൂടി കാണണം. അതിൻ്റെ സങ്കീർണതയെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ അവിടുന്നൊക്കെ പൊടുന്നനെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ആശയ ഭൂപടങ്ങളിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ. അതാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ബഹുസ്വരമായൊരു ഭാരതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് മാറി മറിഞ്ഞു. കൃത്യമായിട്ട് ഇതൊരു ഹൈന്ദവ രാഷ്ട്രം തന്നെയാണ് എന്ന പ്രഖ്യാപനങ്ങൾ വന്നു. വാജ്പേയിയുടെ കാലത്തൊന്നും നമ്മളത് കണ്ടിട്ടില്ല. അന്നൊന്നും ഇല്ലാത്ത വിധത്തിലേക്ക് ഇതൊരു ഹൈന്ദവ രാജ്യമാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ തുടങ്ങി. ഫാസിസത്തിൻ്റെ കൂടെ വംശീയതയുടെ കൂടെ ഈ വെറുപ്പിൻ്റെ ഭാഷണത്തിൻ്റെ പേരിൽ അതിനോട് ഐക്യപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ക്രമാതീതമായൊരു വർധനവ് ഉണ്ടായി. ഇന്ത്യയിലിപ്പോൾ നമ്മൾ കേരളത്തിൽ പോലും ഈ ആശയത്തിൻ്റെ വക്താക്കളായ BJPയെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒപ്പം തന്നെ സ്ഥാനം നൽകിക്കൊണ്ട് അവർക്കും കൂടി ഇടം നൽകിക്കൊണ്ടുള്ള ഒരു മാധ്യമ സങ്കേതങ്ങൾ രൂപപ്പെട്ടു അല്ലേ? തുല്യമായിട്ട് അവർക്കും, പ്രത്യേകിച്ച് അവർക്കും നിയന്ത്രണാധികാരമൊന്നുമില്ല, ഇപ്പോഴുമില്ല. കാര്യമായി ഒരു നിയന്ത്രണാധികാരം ഇല്ലാതിരുന്നിട്ടും ഈ മാധ്യമങ്ങളിലൂടെ ഈ സംഘപരിവാർ ആശയങ്ങൾ ഭംഗിയായിട്ട് പ്രക്ഷേപണം ചെയ്തെടുക്കുന്നതിൽ അവർ വിജയിക്കുന്നു എന്നുള്ള ഒന്ന് നമ്മൾ മനസ്സിലാക്കാം. ഈ RSSന് അങ്ങനെ ചുരുക്കി കാണുമൊന്നും വേണ്ട കേട്ടോ, ചുരുക്കി കാണുമൊന്നും വേണ്ട.
കാരണം ഒരു നൂറ്റാണ്ട് കൊണ്ട് അവർ കൃത്യമായി അജണ്ടകൾ അവർ നടപ്പിലാക്കുന്നതിൽ വിജയിച്ചു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. അതാണിതിൻ്റെ ഈ ആശയം അവരുടെ കയ്യിലാണ്. അവരത് ഉണ്ടാക്കുന്നത്, അവരാണത് പ്രചരിപ്പിക്കുന്നത്, അവരാണ് ഈ ഹൈന്ദവ രാജ്യം എന്ന് പറയുന്ന ഇത് ഇന്ത്യ ഹൈന്ദവ രാജ്യം തന്നെയാണ് എന്നുള്ള ആശയം അവരാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിപ്പോൾ തുടങ്ങിയല്ല. സവർക്കറുടെ കാര്യം തന്നെ എടുത്തു നോക്കുക. സവർക്കറെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില മനോഭാവങ്ങൾ, എങ്ങനെയാണ് സവിശേഷമായ സൈക്കോപാത്തുകൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്, അവരെങ്ങനെയാണ് സ്വാധീനിക്കാൻ പറ്റുന്നത് എന്ന് സവർക്കറിൻ്റെ മാത്രം. ഈ സവർക്കർ കുഞ്ഞായിരിക്കുമ്പോൾ ഈ സവർക്കറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതികരണ രീതി എന്തായിരുന്നു അറിയാം? കുട്ടിക്കാലത്ത് മുസ്ലിം പള്ളികൾക്ക് പോയിട്ട് കല്ലെറിയുക. ഒരു കുഞ്ഞ് ആലോചിച്ച് നോക്കുക, മുസ്ലിം പള്ളികൾക്ക് പോയിട്ട് കല്ലെറിയുന്ന ഒരു സവിശേഷമായ ഒരു മനോഘടന. നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ ഒരാൾ പിറവിയിലെ തന്നെ വംശീയവാദിയായിട്ടാണോ പിറക്കുക എന്ന് നമുക്ക് തോന്നിപ്പോവും, ഞെട്ടിപ്പോവും നമ്മൾ. ഇങ്ങനെ ഒരു ജനിതക ഘടന തന്നെയും ആ തരത്തിൽ വംശീയവാദത്തിൻ്റെ ജനിതക ഘടന തന്നെയും ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അധികം അതാണ്. അപ്പോൾ കുഞ്ഞുനാളിൽ തന്നെ ഈ മുസ്ലിം പള്ളികൾക്ക് പോയിട്ട് കല്ലൊക്കെ എറിയുക, ഇതൊക്കെയായിരുന്നു അധികം. ഈ വെറുപ്പ് സംസാരിക്കുന്നവർ അവരാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്ക് ഇന്ന് നമ്മളെ എല്ലാവരും ഭയപ്പെടുന്നു. നമുക്കൊരു ചേരിചേരാ നയം ഉണ്ടായിരുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലൊക്കെ പലസ്തീനോട് നമ്മൾ പുലർത്തിയിരുന്ന ഒരു സമീപനം നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. അങ്ങനെ നമ്മളിത് ഒരിക്കലും നിന്നിട്ടില്ല. നമുക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊന്നൊക്കെ നമ്മൾ അകന്നു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ നമ്മൾ വലിയ വീരവാദം ഇടയ്ക്ക് ഇറാൻ നമ്മളെ വളരെ അടുത്ത സുഹൃത്താണ്, അതുകൊണ്ട് മറ്റുള്ളവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നവും നമ്മൾ നേരിടുകയില്ല. നമ്മൾ വലിയ വീരവാദം ഉറപ്പി ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യയുടെ ചരക്ക് കപ്പലുകൾ കടന്നു വന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംഘപരിവാർ പ്രൊഫൈലുകൾ ഇങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ അതിലൂടെ കടന്നു വരുന്ന കപ്പലുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ വിദേശ നയത്തിൻ്റെ പ്രശ്നം തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. നമുക്കൊരു സുഹൃത്തുക്കളും ഇല്ലാതെയാവാം. നമുക്കങ്ങനെ വേണ്ടേ? രാജ്യങ്ങളിൽ നമുക്ക് സുഹൃത്തുക്കൾ വേണ്ടേ? ഇത് രാജ്യങ്ങളിൽ സുഹൃത്തുക്കൾ വേണ്ടേ? അയൽ രാജ്യങ്ങളെ മുഴുവൻ നമ്മൾ പിണക്കിയിട്ട് ശത്രുക്കളായിട്ട് മാറ്റാൻ പറ്റുമോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിദേശ നയത്തിലേക്ക് ഇത് വന്നത് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയുടെ നിലപാടില്ലായ്മ തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഇസ്രായേലിനെയും അമേരിക്കയെയും പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒലിവ് സമ്മേളനത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രസക്തി എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള മഹാസമ്മേളനങ്ങൾ ആളുകളുടെ റാലികളൊക്കെ വിജയിക്കും കേട്ടോ. അത് വിജയിക്കില്ല എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം പൗരത്വ ഭേദഗതി നിയമം അത് നാഗപ്പൂരിൽ ചുട്ടെടുത്താണ്. നമുക്കെല്ലാവർക്കും അറിയാലോ. അവ എവിടെ വെച്ചാണ് ചുട്ടെടുത്തതും നമുക്കറിയാം. എവിടെ നിന്നാണോ ചുട്ടെടുത്തത് അവിടെ തന്നെ തിരിച്ച് കൊണ്ടുപോയി വെപ്പിക്കാൻ നമുക്ക് സാധ്യമായി. ഇന്ത്യയിൽ നടന്ന മഹാറാലികൾ അവസാനം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്, ഒരു പരികൽപ്പന മാത്രമായിട്ട് എടുത്താൽ മതി. അവസാനം ഈ പൗരത്വ ഭേദഗതി വിഷയത്തിനെതിരെ രൂപപ്പെട്ടു വന്ന സമരങ്ങളെ തോൽപ്പിക്കാൻ ഒരു വഴിയില്ലാത്തപ്പോൾ അവസാനം ഈ കോവിഡ് മഹാമാരിയുടെ സഹായം തന്നെ ഭരണകൂടത്തിന് തേടേണ്ടി വന്നു. അല്ലേ? നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞില്ലേ, ഒരു പിശാചിനെ ഇങ്ങനെ ആവാഹിച്ച് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്ന കഥയിൽ പറയുന്ന പോലെ അത് തന്നെ വേണ്ടി വന്നു. അത്ര തീക്ഷ്ണമായി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മൾ സമരം കണ്ടു. അപ്പോൾ ഈ ഒരു ഒലിവ് അതാണ് പ്രതീകം. അല്ലേ? നമ്മൾ അക്രമാസക്തമായ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല, നമ്മൾ വിദ്വേഷത്തെ അതിൻ്റെ ഭാഷയിൽ നമ്മൾ പ്രതിരോധിക്കുന്നില്ല, മറിച്ച് സമാധാനത്തിൻ്റെ വഴിയിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ബഹുസ്വരത വീണ്ടെടുക്കുക തന്നെ വേണം. ആ ബഹുസ്വരതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള നമ്മുടെ വലിയ നേതാക്കൾ
പ്രത്യേകിച്ചും KNMൻ്റെയൊക്കെ വലിയ നേതാക്കളൊക്കെയും ദേശീയ സമരത്തിൻ്റെ കൂടെ സഞ്ചരിച്ചവരാണ് എന്ന ചരിത്രം കൂടി നമ്മളുടെ മുമ്പിലുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ തിരുത്തിപ്പിക്കാൻ, ഭരണകൂടത്തെ തിരുത്തിപ്പിക്കാനും നമ്മുടെ ബഹുസ്വരത വീണ്ടെടുക്കാനും ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സാധ്യമാകട്ടെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ സമര പോരാട്ടങ്ങൾക്കുമൊപ്പം ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.